നമസ്കാരം. ഭരണം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു പ്രക്രിയയാണ് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തെ മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഇപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷം അവർക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ പോലീസ് തലപ്പത്താണെങ്കിൽ അത്തരത്തിലുള്ള IPS ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ DGPയെ, ADGPയെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അജിത് കുമാറിൻ്റെ വിഷയമൊക്കെ വലിയ തരത്തിൽ വിവാദമായത് ഇത്തരത്തിലുമായി ബന്ധപ്പെട്ടാണ്. കാരണം എല്ലാവിധ വഴിവിട്ട കാര്യങ്ങളും ആ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന പല പ്രക്രിയകളും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വക്കിൽ നിന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പം ഇങ്ങോട്ട് വരുമ്പം ഇപ്പോൾ ഏറ്റവും വലിയ പുതിയ വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശാന്ത് IASൻ്റെയും അതേപോലെ തന്നെ അശോക് IASൻ്റെയും സസ്പെൻഷൻ UDF സർക്കാർ പിൻവലിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്ത് അതിരൂക്ഷമായി യാതൊരുവിധ വിട്ടുവീഴ്ചകളും ഇല്ലാതെ ഈ രണ്ട് IAS ഉദ്യോഗസ്ഥരും വാക്കുകളാലും അതല്ല സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായി തന്നെ പിണറായി വിജയൻ സർക്കാരിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റിൽ പല ഫയലുകളും കത്തിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അവരെ ബന്ധപ്പെട്ട പല അഴിമതി കാര്യങ്ങളും സെക്രട്ടേറിയറ്റിനുള്ളിൽ കത്തിച്ച് കളയുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള പല പല ആരോപണങ്ങൾ ഈ IAS ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വെച്ച് നോക്കുമ്പം ഇത് രാഷ്ട്രീയ നടപടിയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി കോൺഗ്രസ് CPM-നെതിരെയുള്ള ആയുധമായിട്ട് ഈ IAS ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ടൂളാക്കി യൂസ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണമായിട്ട് CPM രംഗത്ത് വരുന്നുണ്ട്. സ്വാഭാവികമാണ് അത്. കാരണം കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും CPM-നെതിരെ UDF പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുമ്പം നമുക്ക് മനസ്സിലായത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ IAS ഉദ്യോഗസ്ഥർ CPM-നെതിരെയുള്ളത്. CPM ഭരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ പറഞ്ഞ പോലെ കളക്ടർമാരായിരുന്നു ഇവർ, പിന്നീട് പല തസ്തികകളിലോട്ട് എത്തുന്നു. അവിടുന്ന് CPM-നെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളായിട്ട് മുമ്പോട്ട് വരുന്നു. ഏറ്റവും അവസാനം നമ്മൾ കണ്ട മറ്റൊരു ഉദാഹരണമായിരുന്നു ഈ പറഞ്ഞ പോലെ ED അന്വേഷണം. ED അന്വേഷണത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വലിയ തരത്തിലുള്ള കലാപത്തിലോട്ട് കാര്യങ്ങൾ കിടക്കുന്നു. അന്ന് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇടതുപക്ഷം വന്നത് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വന്നത് മാധ്യമങ്ങളുടെ അടുത്തു നിന്നായിരുന്നു. എന്തുകൊണ്ട് ഈ സാധനം ഗവൺമെന്റ് അറിഞ്ഞില്ല? ഇത്തരത്തിൽ EDയെ പോലുള്ള ഒരു കേന്ദ്ര ഏജൻസി സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവിന്റെ വീടുകൾ വളയുമ്പോൾ അല്ലെങ്കിൽ അന്വേഷിക്കുമ്പോൾ അതെന്തുകൊണ്ട് ഇന്റലിജൻസ് അറിഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് അറിഞ്ഞില്ല? ആഭ്യന്തര വകുപ്പ് ഒരു പൂർണ്ണ പരാജയമല്ലേ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളെല്ലാം കേട്ടായിരുന്നു. അപ്പൊ അതിന്റെ സത്യാവസ്ഥയിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ പോലെ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കാര്യങ്ങൾ കിട്ടിയായിരുന്നു. പക്ഷെ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്കാണ്. കാരണം തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രകടനത്തിന് അല്ലെങ്കിൽ ഒരു അറ്റാക്കിന് ചാൻസ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിരുന്നത് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്കായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പോലീസ് മേധാവിയുടെ പിൻബലം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും എത്തിച്ചേരുന്നത് CPM എന്നുള്ള ഒരു പാർട്ടിയിലോട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരത് ഹൈഡ് ചെയ്യും. UDF സർക്കാരിന് ആ സാധനം റിപ്പോർട്ട് കിട്ടിയില്ല എന്നുള്ളത് അതിൻ്റെ സത്യാവസ്ഥ. അത്തരത്തിൽ ഒരു വകുപ്പിന് അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയെ ഒന്നടങ്കം ഇമേജ് കളയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ മന്ത്രിസഭയുടെ എല്ലാവിധ അംഗീകാരത്തിനെയും തകർത്ത് തരിപ്പണമാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഏജൻസികൾ, അല്ലെങ്കിൽ ഏജൻസികളുടെ തലപ്പത്ത് നിൽക്കുന്ന നേതാക്കന്മാരാണ് ഈ പറയപ്പെട്ട പോലെ IAS, IPS, IRS, IFS എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും. അപ്പം അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കേട്ട ഏറ്റവും വലിയ പഴി ഇതായിരുന്നു. അതിന്റെ തുടർ നടപടി എന്നോണം ആദ്യം മുമ്പിൽ നിൽക്കുന്ന സെക്രട്ടറി വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ IAS ഉദ്യോഗസ്ഥരും മാറ്റുന്നു. ഇപ്പൊ ഏറ്റവും അപ്ഡേറ്റ് ആയി ഈ പറയപ്പെട്ട പോലെ പ്രശാന്തിനെയും അതേപോലെ തന്നെ അശോകിനെയും തിരിച്ച് UDF-ലോട്ട് എടുക്കുന്നു. പക്ഷെ തിരിച്ച് UDF-ലോട്ട് എടുക്കുമ്പോഴും വലിയൊരു ചോദ്യചിഹ്നം അവരുടെ മുമ്പിലുണ്ട്. അന്ന് പിണറായി വിജയനെതിരെ തുറന്ന നിലപാടുകൾ എടുത്ത അല്ലെങ്കിൽ തുറന്ന് വിമർശിച്ച ഈ ഉദ്യോഗസ്ഥർ പിൽക്കാലത്ത് ഇപ്പോൾ UDF-ൽ വന്നാൽ തിരിച്ച് പറയാണ്ടിരിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യം മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പം UDF എടുക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയൊരു പ്രീതി കിട്ടുന്നുണ്ടെങ്കിലും അതേസമയം തന്നെ ഇവരെ എങ്ങനെ മെരുക്കും എന്നുള്ള വലിയ ചോദ്യം കൂടി UDF-ന് മുമ്പിലുണ്ട്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങൾ അറിയാം UDF-ന്റെ ഈ നിലപാട് എങ്ങനെയായിരിക്കും എന്നുള്ളതും, ഇത്തരത്തിലുള്ള IAS ഉദ്യോഗസ്ഥരെ UDF-ന് നിലക്ക് നിർത്താൻ പറ്റുമോ എന്നുള്ളതും, അതല്ല ഇവർ നിലക്ക് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ UDF-ന്റെ ഇമേജിനെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളതും.